എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വടകരയിൽ സജീവമായി ഷാഫി പറമ്പിൽ. TP വധം ഇത്തവണയും വടകരയിൽ പ്രചാരണ വിഷയമാകുമെന്ന് വ്യക്തമാക്കിയാണ് ഷാഫി പറമ്പിൽ പ്രചരണം സജീവമാക്കിയത്. UDFിൻ്റെ ഔദ്യോഗിക പ്രചാരണത്തിന് TP സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് തുടക്കമിട്ടത്. TPയുടെ പ്രതിമയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം ഷാഫി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോയി കണ്ടു. മുല്ലപ്പള്ളിയുടെ തറവാട്ടിലെത്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയത്. വടകര TPയുടെ മണ്ണാണെന്നും ഇത്തവണ UDFിനൊപ്പം നിൽക്കുമെന്നും ഷാഫി പറമ്പിൽ പറയുമ്പോൾ ഷാഫിയുടെ മുഖത്ത് ആത്മവിശ്വാസം പ്രകടമായിരുന്നു. ശക്തരായ സ്ഥാനാർത്ഥികൾ തനിക്കെതിരെ വരുന്നത് ഇതാദ്യമായല്ല. പാലക്കാട് 2021 തെരഞ്ഞെടുപ്പിൽ നടന്നത് എല്ലാവരും കണ്ടതല്ലേ. പ്രധാനമന്ത്രിയും അമിത്ഷായും വരെ വന്ന് പ്രചാരണം നടത്തി. സ്ഥാനാർത്ഥി ഓഫീസ് പോലും തുറന്നെടുത്ത് നിന്നാണ് പാലക്കാട്ടുകാർ തന്നെ വിജയിപ്പിച്ചതെന്ന് ഷാഫി ഓർമ്മിപ്പിച്ചു. വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ ശക്തിയിലും വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലുമാണ് തനിക്ക് വിശ്വാസം. സ്ത്രീ പ്രാതിനിധ്യം കൂടണമെന്നതിൽ തർക്കമില്ല. എല്ലാ പാർട്ടികളും സ്ത്രീ പ്രാതിനിധ്യം കൂട്ടണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ആഴ്ചകൾ കൊണ്ട് KK ശൈലജ പോയ ദൂരം 2 മണിക്കൂർ കൊണ്ട് ഷാഫി പറമ്പിൽ മറികടന്നെന്നാണ് KK രമ പറഞ്ഞത്. വടകരയിൽ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകുന്നതെന്നും KK രമ പ്രത്യാശ പ്രകടിപ്പിച്ചു. RMPയുടെ പൂർണ്ണ പിന്തുണ ഷാഫി പറമ്പിലിനുണ്ടാകും. അഭിപ്രായം പറയുന്നവരെ കൊന്നുതള്ളുന്ന രാഷ്ട്രീയത്തെ ഇപ്പോഴും CPM ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2008 RMP രൂപീകരിച്ച ശേഷം വടകരയിൽ LDF നിലം തൊട്ടിട്ടില്ലെന്നും KK രമ പരിഹസിച്ചു. വടകരയിൽ നടക്കാൻ പോകുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. വടകര ഇടതുമുന്നണിയുടെ പൊന്നാപുരം കോട്ടയല്ല, താൻ ആ കോട്ട പൊളിച്ചതാണ്. താൻ ഉഴുതുമറിച്ച മണ്ണിൽ മുരളീധരൻ വിജയം ആവർത്തിച്ചു. ചിന്തിക്കുന്ന പ്രബുദ്ധരായ കമ്മ്യൂണിസ്റ്റുകളാണ് വടകരയിലുള്ളത്. ഷാഫി പറമ്പിലിൻ്റെ വിജയം വരെ ഒപ്പമുണ്ടാകും. ഷാഫി പറമ്പിൽ തികഞ്ഞ പോരാളിയാണ്. സർക്കാരിൻ്റെ ജനപ്രീതി ഇടിഞ്ഞു. വടകരയിൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ചർച്ചയാകും. TP വധത്തിൽ വൻ ഗൂഢാലോചന പുറത്തു വരാനുണ്ടെന്ന് മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. വടകരയിൽ മത്സരിക്കണമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പാലക്കാടിനെക്കുറിച്ച് ഓർത്ത് പ്രയാസം തോന്നി. മനസ്സ് ക്ലിയറാക്കാൻ സമയമെടുത്തുവെന്നും ഷാഫി പറഞ്ഞു. പാലക്കാട്ട് നിന്ന് ലഭിച്ച യാത്രയപ്പും വടകരയിൽ നിന്ന് ലഭിച്ച സ്വീകരണവും ഒരുപോലെ തകർപ്പനായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടിയതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. പാലക്കാട് ജയിക്കില്ലെന്ന് BJPക്ക് അറിയാം. അതറിയാത്തത് ഇപ്പോഴും CPMനാണ്. മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും ജയിക്കുന്നതിൻ്റെ പ്രാധാന്യം പാലക്കാട്ടുകാർക്കറിയാം. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വികാരാധീനനായി. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു. എല്ലാവരോടും തനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് വന്നിരിക്കുന്നതെന്നും ഷാഫി പറഞ്ഞു.